നമസ്കാരം. ന്യൂസ് വൺ മിഡിൽ ഈസ്റ്റിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലവ് ജിഹാദ് സംബന്ധിച്ച RSS പ്രചാരണം തള്ളി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. ലവ് ജിഹാദിന്റെ നിർവചനം എന്താണെന്ന ആഭ്യന്തരമന്ത്രിയുടെ ചോദ്യം. ഇന്ത്യയിൽ നിന്ന് ISIS ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുവെന്ന വാർത്തയ്ക്ക് തെളിവില്ലെന്നും ആഭ്യന്തരമന്ത്രി. ഇന്ത്യയിൽ നിന്നും കുവൈത്തിലേക്ക് ഗാർഹിക ജോലിക്ക് സ്ത്രീകളെ കൊണ്ടുവരുന്നതിന് ബാങ്ക് ഗ്യാരണ്ടി നിർബന്ധം. വീട്ടുജോലിക്കായി കൊണ്ടുവരുന്ന സ്ത്രീകൾക്കായി 720 ദിനാർ കെട്ടിവെക്കണമെന്നും ഇന്ത്യൻ എംബസി. പ്രവാസികളെ ലക്ഷ്യം വെച്ച് ബഹ്റൈനിൽ വ്യാപക ട്രാഫിക് പരിശോധന. അനധികൃത ടാക്സി സർവീസ് കണ്ടെത്തിയാൽ 48 മണിക്കൂറിനകം വിസ റദ്ദാക്കുമെന്ന് അധികൃതർ. ഭീകരവിരുദ്ധ വേട്ടയ്ക്ക് ആയുധം വാങ്ങാൻ വേണ്ടി മാത്രം കേരളം പോയ വർഷം ചെലവഴിച്ചത് 2.5 കോടി രൂപ. 2011-12 ചെലവാക്കിയത് 7.3 കോടി രൂപ. വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് പല സംസ്ഥാനങ്ങൾക്കും മറുപടിയില്ല. പ്രളയം ദുരന്തം വിതച്ച കശ്മീരിൽ 6 ലക്ഷത്തോളം പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുവെന്ന് റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനം വിലയിരുത്താൻ സർക്കാർ കേന്ദ്രമന്ത്രിയെ നിയോഗിച്ചു. രക്ഷാപ്രവർത്തനത്തിലെ പുരോഗതി അറിയിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീം കോടതി. ഇന്ന് രാത്രിക്കകം രക്ഷാപ്രവർത്തനം നടന്നില്ലെങ്കിൽ ദുരന്തമായി മാറുമെന്ന് കുടുങ്ങിക്കിടക്കുന്ന മലയാളികൾ. മലാല യൂസഫ്സായിയെ വെടിവെച്ച തെഹരീക്കെ താലിബാൻ പ്രവർത്തകർ അറസ്റ്റിൽ. സംഘത്തിലെ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്തെന്ന് പാക് സൈന്യം. കാമുകിയെ വെടിവെച്ചു കൊന്ന കേസിൽ ഓസ്കാർ പിസ്റ്റോറിയസ് കുറ്റക്കാരനെന്ന് കോടതി. ശിക്ഷാവിധി അടുത്ത മാസം 13-ന്. ഇന്ത്യയിൽ നിന്നും കുവൈത്തിലേക്ക് ഗാർഹിക ജോലിക്കായി സ്ത്രീകളെ കൊണ്ടുവരാൻ ബാങ്ക് ഗ്യാരണ്ടി നിർബന്ധമാക്കി. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് കുവൈത്തിലെ ഇന്ത്യൻ എംബസിയാണ് പുതിയ തീരുമാനം അറിയിച്ചത്. വീട്ടുജോലിക്കായി കൊണ്ടുവരുന്ന സ്ത്രീകൾക്കായി 720 ദിനാർ സ്പോൺസർമാർ കെട്ടിവെക്കേണ്ടി വരും. കുവൈത്തിലെ സ്വദേശി വീടുകളിൽ പരിചാരക വിസയിലെത്തുന്ന സ്ത്രീകൾ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾക്കിരയായതിന്റെ വാർത്തകൾ പലതവണ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. പീഡനം സഹിക്കവയ്യാതെ വീടുകളിൽ നിന്ന് ഒളിച്ചോടിയെത്തുന്നവരെ കൊണ്ട് രാജ്യത്തെ ഇന്ത്യൻ എംബസിയുടെ അഭയകേന്ദ്രം നിറഞ്ഞിരിക്കുകയാണ്. ഇക്കാര്യങ്ങൾ എംബസി വിദേശകാര്യ മന്ത്രാലയത്തെ ധരിപ്പിച്ചിരുന്നു. ഇതേ തുടർന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് കുവൈത്ത് അധികൃതർക്ക് കത്തയച്ചിരുന്നു. സൗദി ഗവൺമെന്റുമായുണ്ടാക്കിയ ഗാർഹിക ജോലി കരാർ പോലെ കുവൈത്തുമായും പ്രത്യേക കരാറിന്റെ ആവശ്യകതയായിരുന്നു കത്തിലെ ഉള്ളടക്കം. ഗ്യാരണ്ടി തുകയായി 800 ദിനാർ കെട്ടിവെക്കുന്നതടക്കം ഇന്ത്യ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ കുവൈത്ത് അധികൃതർ നിരാകരിച്ചതായാണ് വിവരം. ഇതിനിടെയാണ് ഇന്ത്യൻ എംബസി ബാങ്ക് ഗ്യാരണ്ടി നിർബന്ധമാക്കിയതായി കാണിച്ച് ഇന്ന് വാർത്താക്കുറിപ്പിറക്കിയത്. ഇതോടെ ഇന്ത്യയിൽ നിന്നും വേലക്കാരികളെ കൊണ്ടുവരണമെങ്കിൽ സ്പോൺസർ 720 ദിനാറിന്റെ ബാങ്ക് ഗ്യാരണ്ടി നൽകണം. ബാങ്ക് ഗ്യാരണ്ടിയോടൊപ്പം എംബസിയിലെത്തുന്ന അപേക്ഷകൾ മാത്രമാണ് എംബസി അറ്റസ്റ്റ് ചെയ്ത് നൽകുക. ജോലിക്കാരി കുവൈത്തിൽ നിന്നും വിസ ക്യാൻസൽ ചെയ്ത് തിരിച്ചു പോകുന്നതുവരെയാണ് ഗ്യാരണ്ടി കാലാവധി. വീട്ടുജോലിക്കെത്തുന്നവർക്ക് സുരക്ഷിതത്വമാണ് ഇത്തരമൊരു തീരുമാനത്തിലൂടെ ഇന്ത്യ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു. കാര്യക്ഷമമായി നടപ്പിലാക്കുകയാണെങ്കിൽ വീട്ടുജോലിക്കായി എത്തുന്ന സ്ത്രീകൾക്ക് ഏറെ ഗുണം ചെയ്യുന്നതാകും പുതിയ നടപടിയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മുനീർ അഹമ്മദ്, മീഡിയ വൺ, കുവൈറ്റ് സിറ്റി. ബഹ്റൈനിൽ ഗതാഗത നിയമലംഘനവും അനധികൃത ടാക്സി സർവീസും പിടികൂടാൻ നടപടികൾ ശക്തമാക്കി. പ്രവാസികളെ കേന്ദ്രീകരിച്ചാണ് ഇക്കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. ഗതാഗത നിയമങ്ങൾ രാജ്യത്ത് കാര്യക്ഷമമായി നടപ്പിലാക്കുന്നുണ്ടെങ്കിലും ചില വിദേശികൾ ഇത് ലംഘിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് ട്രാഫിക് ജനറൽ ഡയറക്ടറേറ്റിലെ ലൈസൻസ് കാര്യ മേധാവി ലഫ്റ്റനന്റ് കേണൽ അബ്ദുറഹ്മാൻ ബിൻ അബ്ദുൽ വഹാബ് അൽ ഖലീഫ പറഞ്ഞു. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ ക്യാമ്പയിൻ ആരംഭിച്ചതായി അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ ജൂണിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 38 നിയമലംഘകരെ അറസ്റ്റ് ചെയ്യുകയും അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. 2008 നിയമിച്ച സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം അംഗീകൃത ടാക്സി സർവീസ് നടത്തുന്ന എല്ലാവർക്കും പുതിയ മീറ്ററുകളും ലൈസൻസും നൽകിയതായും അനധികൃത ടാക്സി സർവീസ് നടത്തുന്നവർക്കെതിരെ നടപടികൾ സ്വീകരിക്കുമെന്നും ലഫ്റ്റനന്റ് കേണൽ അബ്ദുറഹ്മാൻ ബിൻ അബ്ദുൽ വഹാബ് അൽ ഖലീഫ പറഞ്ഞു. വിദേശികൾ യാത്രക്കാരെ കയറ്റി അനധികൃത സർവീസ് നടത്തുന്ന പക്ഷം 48 മണിക്കൂറിനകം വിസ റദ്ദാക്കാൻ നിയമം വ്യവസ്ഥ ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മീഡിയ വൺ, ബഹ്റൈൻ. അനുമതി പത്രമില്ലാതെ ഹജ്ജിനെത്തി പുണ്യസ്ഥലങ്ങളിലെ റോഡുകളിലും മറ്റും പരസ്യമായി കഴിയുന്നവരുടെ വിരലടയാളം രേഖപ്പെടുത്തുമെന്ന് ഹജ്ജ് സുരക്ഷാ സേന അറിയിച്ചു. ഹജ്ജ് വേളയിൽ അറഫ, മിന, മുസ്ദലിഫ എന്നിവിടങ്ങളിൽ എത്തുന്ന റോഡുകളിലും പാലങ്ങൾക്ക് ചുവട്ടിലും താമസിക്കുന്നവരുടെ വിരലടയാളം രേഖപ്പെടുത്താൻ പ്രത്യേക സംഘം രംഗത്തുണ്ടാകും. വിരലടയാളം രേഖപ്പെടുത്തുമ്പോൾ തന്നെ അനുമതി പത്രമുള്ള തീർത്ഥാടകനാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഹജ്ജിന് ശേഷം ഇവർക്കെതിരെ ശിക്ഷാ നടപടികൾ ഉണ്ടാകും. അനുമതി ഇല്ലാതെ ഹജ്ജിനെത്തുന്ന മക്കയിലെ സ്ഥിരതാമസക്കാർക്കും നിയമം ബാധകമാണ്. പ്രവേശനാനുമതിയില്ലാത്ത യാത്രക്കാരെ സൗദിയിലേക്ക് കൊണ്ടുവരുന്ന എയർലൈൻസുകൾ സ്വന്തം ചെലവിൽ അവരെ കൊണ്ടുവന്ന് രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള നടപടിയും സ്വീകരിക്കണമെന്ന് സൗദി സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിച്ചു.
അനുമതിയില്ലാത്തവരെ കൊണ്ടുവന്ന് എയർലൈൻസുകൾ സൃഷ്ടിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഉന്നത സമിതി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സിവിൽ ഏവിയേഷന്റെ തീരുമാനം. അതോറിറ്റി അംഗീകരിച്ച പുതിയ നിയമത്തെക്കുറിച്ച് സൗദിയിലേക്ക് വരുന്ന വിമാന കമ്പനികളെ സർക്കുലർ മുഖേന അറിയിക്കും. മിനയിലെ കല്ലേറ് കർമ്മം നടക്കുന്ന ജംറയുടെ 2ാം നിലയെ അസീസിയ മേഖലയുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതി അവസാന ഘട്ടത്തിലെത്തി. ഹജ്ജിന് മുൻപായി പദ്ധതി പൂർത്തിയാക്കുന്നത് മുഴുവൻ സമയ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പദ്ധതിയുടെ 2ാം ഘട്ടമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും ഹജ്ജിന് മുൻപായി പണി തീരുമെന്നും മജായിർ പദ്ധതി മേധാവി അറിയിച്ചു. തീർത്ഥാടകരെ അസീസിയ ഭാഗത്ത് നിന്ന് ജംറകളിൽ എത്തിക്കുന്നതിനും തിരിച്ചും പ്രത്യേക സ്റ്റേഷനുകൾ ഉണ്ടാകും. ഇതിനായി 40 മീറ്റർ വീതിയിലും 250 മീറ്റർ നീളത്തിലും പ്രധാന റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. ഖത്തറിൽ പെട്രോൾ സ്റ്റേഷനുകളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകാനും നീക്കം ചെയ്യാനുമുള്ള അധികാരം ഇനി മന്ത്രിസഭാ സമിതിക്ക്. സ്റ്റേഷനുകളുടെ സുരക്ഷ പരിശോധിക്കാൻ ഊർജ്ജ വ്യവസായ വകുപ്പുകളുടെ കീഴിൽ രൂപീകരിക്കുന്ന മന്ത്രിസഭാ സമിതികൾക്കായിരിക്കും ഇതിനുള്ള അധികാരം. നിലവിലുള്ള സ്റ്റേഷനുകളുടെ നിലവാരം മെച്ചപ്പെടുത്തേണ്ടതിനെക്കുറിച്ചും ആരോഗ്യ സുരക്ഷാ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നടപടികളെക്കുറിച്ചും സമിതി പരിശോധിക്കും. ICSനെതിരെ സംയുക്ത സൈനിക നീക്കത്തിനുള്ള അമേരിക്കൻ തീരുമാനത്തിന് അന്താരാഷ്ട്ര തലത്തിൽ സമ്മിശ്ര പ്രതികരണം. അറബ് രാഷ്ട്രങ്ങൾ അമേരിക്കയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ വൻ ശക്തി രാഷ്ട്രങ്ങൾ നിലപാടിൽ അവ്യക്തത തുടരുകയാണ്. എന്നാൽ സൈനിക നീക്കത്തിന്റെ പേരിൽ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ ശക്തികളെ ഇടപെടാൻ അനുവദിക്കില്ലെന്ന് സിറിയ വ്യക്തമാക്കി. ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ വേരറുക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമ വ്യക്തമാക്കിയതിനു പിന്നാലെ സംയുക്ത സൈനിക നീക്കത്തിന് സഖ്യകക്ഷികളെ തേടി അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി ജോൺ കെറി ജിദ്ദയിലെത്തിയിരുന്നു. ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ തുർക്കി, ജോർദാൻ, ഈജിപ്ത്, ലബനാൻ, ഇറാഖ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശകാര്യമന്ത്രിമാരും യോഗത്തിൽ പങ്കെടുത്തു. അമേരിക്കയ്ക്ക് പിന്തുണ അറിയിച്ചെങ്കിലും മേഖലയിൽ സൈനിക താവളം അനുവദിക്കണമെന്ന കെറിയുടെ ആവശ്യം സൗദി പരിഗണിച്ചിട്ടില്ല. വൻശക്തി രാജ്യങ്ങളിൽ ഫ്രാൻസ് മാത്രമാണ് അമേരിക്കൻ നിലപാടിന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചത്. La solidarité de la France, elle est aussi humanitaire et sécuritaire. Vous affrontez un ennemi, un groupe terroriste qui n'a pas de frontières, mais qui a des intérêts maintenant territoriaux. ജർമ്മനിയും ബ്രിട്ടനും സിറിയയിൽ വ്യോമാക്രമണത്തിനില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സഖ്യത്തിനൊപ്പം ആക്രമണത്തിനില്ലെന്നും താവളങ്ങൾ വിട്ടുനൽകില്ലെന്നും തുർക്കി പ്രഖ്യാപിച്ചു. ഐസിസിനെതിരായ ആക്രമണം സ്വന്തം നിലക്ക് നടത്താമെന്നും വിദേശ ശക്തികളെ സിറിയൻ മണ്ണിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്നും സിറിയൻ വിദേശകാര്യമന്ത്രി അലി ഹൈദറും പറഞ്ഞു. റഷ്യയും സിറിയയിൽ ആക്രമണം നടത്തുന്നതിന് എതിരാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വാദിച്ച മലാല യൂസഫ് സായിയെ ആക്രമിച്ച 10 തെഹ്രീക്കെ താലിബാൻ തീവ്രവാദികൾ അറസ്റ്റിലായി. 2 വർഷം മുൻപാണ് സ്കൂളിൽ നിന്ന് മടങ്ങവേ മലാലയ്ക്ക് വെടിയേറ്റത്. സൈനികരും പോലീസും ഇന്റലിജൻസ് ഏജൻസിയും നടത്തിയ ഓപ്പറേഷനിൽ പാകിസ്ഥാനിലെ സ്വാത് നഗരത്തിന് സമീപത്ത് നിന്നാണ് തീവ്രവാദികളെ സൈന്യം അറസ്റ്റ് ചെയ്തത്. മലാലയെ ആക്രമിച്ച മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്തതായി സൈനിക തലവൻ അസീം ബജ്ജ പറഞ്ഞു. The entire gang involved in the attempt on the life of Malala, her colleagues and friends Kainat and Shazia has been busted. They have been identified and arrested. This gang comprised of total of 10 terrorists. It was known as Shura amongst the TTP faction and it was part of the defunct TTP. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസാവകാശത്തിന് വേണ്ടി വാദിച്ച മലാലയ്ക്ക് 2012 ഒക്ടോബറിലാണ് തീവ്രവാദികളുടെ വെടിയേറ്റത്. ആക്രമണത്തിൽ കൂടെയുണ്ടായിരുന്ന 2 വിദ്യാർത്ഥിനികൾക്കും പരിക്കേറ്റിരുന്നു. തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാനാണ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. തലയ്ക്കും കഴുത്തിനും ഗുരുതര പരിക്കേറ്റ മലാല ഏറെ നാളത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് ഗുരുതര നില തരണം ചെയ്തത്. തീവ്രവാദികളുടെ ഭീഷണി മൂലം മലാലയ്ക്ക് പാകിസ്ഥാനിലേക്ക് മടങ്ങാനായിട്ടില്ല. ബ്രിട്ടനിലാണ് ഇപ്പോൾ മലാലയും കുടുംബവും. യൂറോപ്യൻ യൂണിയന്റെ മനുഷ്യാവകാശ പുരസ്കാരം നേടിയ മലാലയെ കഴിഞ്ഞ വർഷം സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിനും ശുപാർശ ചെയ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. പ്രവാസ ലോകത്തെ മാപ്പിളപ്പാട്ട് ആസ്വാദകർക്ക് ഹൃദ്യമായ വിരുന്നായി മീഡിയ 1 14ാം രാവിന്റെ ഗ്രാൻഡ് ഫിനാലെ. യുവപ്രതിഭകൾ അണിനിരുന്ന വേദിയിൽ നിരവധി പ്രമുഖരുടെ സാന്നിധ്യത്തിലായിരുന്നു ഫിനാലെ അരങ്ങേറിയത്. മാസങ്ങൾ നീണ്ട പോരാട്ടത്തിലൂടെ ഗ്രാൻഡ് ഫിനാലെയുടെ വേദിയിലെത്തിയ തീർത്ത, സുൽഫ, ക്രിസ്റ്റകല, അസ്ഹദ്, ഷഹബാസ് എന്നീ യുവപ്രതിഭകളുടെ അതുല്യ പ്രകടനം. മലയാളത്തിന്റെ വാനമ്പാടി KS ചിത്ര, ഭാവഗായകൻ വേണുഗോപാൽ, മുൻനിര മാപ്പിളപ്പാട്ട് ഗായകൻ എരഞ്ഞോളി മൂസ എന്നിവരുടെ സാന്നിധ്യം. പ്രമുഖ സംഗീത സംവിധായകൻ ഷാൻ റഹ്മാൻ, മാപ്പിളപ്പാട്ട് ഗവേഷകൻ ഫൈസൽ അളേറ്റിൽ, പ്രമുഖ മാപ്പിളപ്പാട്ട് ഗായിക രഹന എന്നിവരുടെ വിധി നിർണയം. ഇങ്ങനെ നീളുന്നു പ്രേക്ഷക ലക്ഷങ്ങൾ നെഞ്ചേറ്റിയ 14ാം രാവ് മാപ്പിളപ്പാട്ട് റിയാലിറ്റി ഷോ ഗ്രാൻഡ് ഫിനാലെയുടെ പ്രത്യേകതകൾ.
മീഡിയ വൺ ചാനൽ MD ഡോക്ടർ അബ്ദുസലാം അഹമ്മദ് സ്വാഗതം ആശംസിച്ചുകൊണ്ട് രാത്രി 8 മണിയോടെയാണ് ഫിനാലേക്ക് ഔപചാരിക തുടക്കം കുറിച്ചത്. തുടർന്നുള്ള 4 മണിക്കൂർ ഒന്നിനൊന്ന് മികച്ച ഗാനങ്ങൾ അൽനാസർ ലഷല്ലാൻഡിൽ നിറഞ്ഞ വേദിയിൽ പെയ്തിറങ്ങി. മാപ്പിളപ്പാട്ട് ഗാനശാഖയുടെ ചരിത്രവും തുടർച്ചയും ലളിതമായി അവതരിപ്പിച്ചുകൊണ്ടുള്ള എരഞ്ഞോളി മുസയുടെ ആഖ്യാനത്തിലൂടെയാണ് ഗ്രാൻഡ് ഫിനാലെ രൂപപ്പെടുത്തിയത്. വിവിധ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട മാപ്പിളപ്പാട്ടുകളുടെ ചരിത്രത്തിലൂടെയുള്ള യാത്ര വ്യത്യസ്താനുഭവമായി. മാപ്പിളപ്പാട്ടിന്റെ തനിമയെ കേരളക്കരയിലും പുറത്തും ജനകീയമാക്കുന്നതിൽ മീഡിയ വൺ 14-ാം രാവ് വഹിച്ച പങ്ക് വലുതാണെന്ന് KS ചിത്ര പറഞ്ഞു. 14-ാം രാവ് 1-ലെ വിജയ് ബാദുഷയുടെ ഗാനങ്ങളും നിറഞ്ഞ ആവേശത്തോടെയാണ് സദസ്സ് സ്വീകരിച്ചത്. വിജയികൾക്കുള്ള സമ്മാനങ്ങളും ക്യാഷ് അവാർഡുകളും പ്രമുഖ സ്ഥാപന സാരഥികളുടെ സാന്നിധ്യത്തിൽ വേദിയിൽ തന്നെ വിതരണം ചെയ്തു. മീഡിയ വൺ, ദുബായ്. വാരാന്ത്യ അവധി ദിനങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിലെ ഓണാഘോഷം തുടരുകയാണ്. ബഹ്റൈനിൽ കേരളീയ സമാജം കഴിഞ്ഞ ദിവസം സംഘടിപ്പിച്ച ഓണസദ്യയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. വാരാന്ത്യ അവധി ദിനത്തിൽ ബഹ്റൈൻ കേരളീയ സമാജം സംഘടിപ്പിച്ച ഓണസദ്യ സംഘാടക മികവ് കൊണ്ടും ജനകീയ പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. 10 ദിവസത്തെ ഓണാഘോഷ പരിപാടികളുടെ സമാപനത്തോടനുബന്ധിച്ചാണ് 4000-ഓളം പേർക്ക് വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയത്. 150 പേരടങ്ങുന്ന സംഘാടക സമിതി അംഗങ്ങൾ സദ്യക്ക് നേതൃത്വം നൽകി. നാട്ടിൽ നിന്നെത്തിയ പ്രശസ്ത പാചകക്കാരായ അജിത് വാര്യരുടെയും അനിൽ വാര്യരുടെയും മേൽനോട്ടത്തിൽ തയ്യാറാക്കിയ സദ്യയിൽ പങ്കെടുക്കാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മലയാളികൾ തങ്ങളുടെ കുടുംബങ്ങളോടൊപ്പം എത്തിയിരുന്നു. സമാജമംഗങ്ങളും അവരുടെ കുടുംബിനികളും സദ്യ വിജയിപ്പിക്കുവാൻ സജീവമായി രംഗത്തിറങ്ങി. ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റി, URFM റേഡിയോ ചാനൽ, ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി എന്നിവരും പ്രവാസികൾക്കായി ഓണസദ്യ ഒരുക്കിയിരുന്നു. സിറാജ് പള്ളിക്കര, മീഡിയ വൺ, ബഹ്റൈൻ.